പാഠം 765 ഉപദേശത്തിന്റെ പ്രസക്തി. ഹലോ, അതെ സത്യഭാമയാണ്. ആ കേശവൻകുട്ടി ചേട്ടാ, ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. എന്തായി കാര്യങ്ങള്? അതെ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കാനില്ല, നമുക്ക് കേസ് കൊടുക്കാം. ഇനി ഒരിക്കൽ കൂടി ഇമാതിരി അർത്ഥമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ കുമാരൻ വിവരമായി. ഗോവിന്ദൻകുട്ടിയല്ലേ വരുന്നത് സാറേ? എന്റെ പൊന്ന് സാറേ, എന്നെ പോലുള്ള പാവങ്ങളെ മര്യാദ പഠിപ്പിക്കുന്നതിന് പകരം ആ ഗോവിന്ദൻകുട്ടി സാറിന് മര്യാദ പഠിപ്പിച്ച് കാണിച്ചേ. അവനെ കൊണ്ടുള്ള ശല്യം ദിവസം തോറും കൂടി വരിക. ഇന്നലെ കുന്നുംപുറത്തെ അന്തോണി ചേട്ടനെ അവൻ കവലയിൽ വെച്ച് തല്ലി. ചോദിക്കാൻ ചെന്ന അന്തോണി ചേട്ടന്റെ കെട്ടിയോള് ത്രേസ്യ ചേട്ടത്തിയെ പറയാൻ ഇനി തെറിയൊന്നും ബാക്കിയില്ല. നിൽക്കൂ, ഞാൻ ഗോവിന്ദൻകുട്ടി ഉപദേശിക്കാം. അയ്യോ, ഞാൻ നിൽക്കുന്ന പ്രശ്നമില്ല. ഈ സംഭവമൊക്കെ ഞാനാണ് സാറിനോട് പറഞ്ഞെന്നറിഞ്ഞാ അടുത്ത വഴക്ക് എന്നോടാവും. ഗോവിന്ദൻകുട്ടിയോട് ജയിക്കാനുള്ള ആരോഗ്യമൊന്നും എനിക്കില്ല സാറേ. ഞാൻ പോവാ. കേശവൻകുട്ടി ചേട്ടാ അല്ലേ? അതെ, ഞാൻ കെ മോഹനകൃഷ്ണൻ സാർ, വില്ലേജ് ഓഫീസറാണ്. അറിയാം. വക്കീലെപ്പോഴും സാറിനെ പറ്റി പറയാറുണ്ട്. നമസ്കാരം. ഒരു നിമിഷം. ഈ നാട്ടിൽ എല്ലാവരും എന്നെ അറിയും. കാരണം എനിക്ക് ഈ നാട്ടിൽ നല്ല പേരാണ്. കേശവൻകുട്ടി ചേട്ടൻ അറിയാമോ എന്ന് എനിക്കറിയില്ല. ഞാൻ മദ്യപിക്കില്ല, പുകവലിക്കില്ല, കൈക്കൂലി വാങ്ങില്ല. മാത്രമല്ല, ഞാൻ ഒരു ഗാന്ധിയനാണ്. ഒരു ഗാന്ധിയൻ എന്ന നിലയ്ക്ക് ഈ വിഷയത്തിൽ എനിക്ക് കേശവൻകുട്ടി ചേട്ടനെ ഉപദേശിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ചേട്ടന്റെ വീടിനടുത്ത് താമസിക്കുന്ന കുട്ടികൾ ഉണ്ടാക്കുന്ന ബഹളങ്ങളെ പറ്റിയൊക്കെ ഞാൻ അറിഞ്ഞു. അത് തീർച്ചയായും കേശവൻകുട്ടി ചേട്ടൻ ഒരു ശല്യമാണ് എന്നും എനിക്കറിയാം. പക്ഷേ അവർ കുട്ടികളല്ലേ കേശവൻകുട്ടി ചേട്ടാ? ഞാൻ ഉപദേശിച്ചു മാറ്റി. അതോടെ ഗോവിന്ദൻകുട്ടിക്കും അന്തോണി ചേട്ടനും സന്തോഷമായി. ഇപ്പോ കേശവൻകുട്ടി ചേട്ടനെ ഞാൻ ഉപദേശിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. നിനക്ക് മാത്രം അതൊന്നും മനസ്സിലാകുന്നില്ല. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഉപദേശി. ഇനി എന്നെ കൂടി ഉപദേശം നന്നാക്കാനാണോ അതോ ആഫീസിൽ പോയി നാട്ടുകാരെ ഉപദേശിക്കാനാണോ പരിപാടി? അതാരാണെന്ന് ചെന്ന് നോക്കൂ. എനിക്ക് അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട്. ഓ, ആരാ? അന്തോണി ചേട്ടാ, എന്തു പറ്റിയെന്ന് സാറിന് അറിയില്ലല്ലേ? ഞാൻ സാറിനോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ?